To watch our films in your language, click here. ഇന്ത്യക്ക് പഴയ കഥയാണ് പിള്ളേർ പറയേണ്ടത്. ഇത് കേൾക്കണം നീ. ഞങ്ങളുടെ കാരണന്മാരെ കൈമാറിയ ഊരി മൂലം ഉള്ളൊരു കഥയാണ് ഇന്ന് പറയാൻ പോണത്. കാട്ടിലെ പെണ്ണെടുപ്പിൻ്റെ ഒരു കഥ. കല്യാണി ചെപ്പക്കറി, ഭയങ്കര ചെപ്പക്കറിയാണ്. കണ്ടാൽ പിടുത്തില്ലേ, കണ്ടാൽ ആരും അയ്യോ കൊതിച്ചു പോകും കേട്ടോ. ഈ കുടിയിൽ കാത്തിരുന്ന പെണ്ണാണ് ഇത് കല്യാണി. ഒരുപാട് ആളുള്ള പിള്ളേനെ കണ്ട് കൊതിച്ചാൽ പക്ഷേ പിടി കൊടുക്കത്തില്ല, ഒരു കാര്യക്കും പിടി കൊടുക്കത്തില്ല. തുണക്കാരനും നോക്കണ്ട, പെങ്കാരനും നോക്കണ്ട, ഒരുത്തനും നോക്കണ്ട. ഒളിച്ചോപ്പുറ പച്ചക്കറിലും കൊണ്ട തൊഴിൽവാരി പെണ്ണങ്ങ. ഇപ്പോൾ കയനം അണ്ണന്മാരും നമ്മമാരെ കൂടി പിള്ളേനെ തേടി കാട് കയറിയാൽ മുതുവാൻ്റെ പെണ്ണെടുപ്പെന്ന് പറഞ്ഞൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കല്യാണിന് കാണേണ്ടവരെയും കയ്യിൽ പെഞ്ചാളിന് ഇങ്ങനെ പാത്ത് നടക്കുകയാണ്. വെങ്കാറ് എവിടെയെങ്കിലും ഇരിക്കും. ഈ തുണക്കാരാണ് അന്വേഷിച്ച് പോയത്. പോയിട്ട് പെണ്ണിനെ തുണക്കാരാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. പേരത്തി കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പിള്ളേനെ ഒളിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേന് തിരഞ്ഞ് പോകുള്ളൂ. അതിന് പുലിയെടുത്ത് പോകും. പണ്ട് ഭയങ്കര പുലിശല്യമാണ്. തിരഞ്ഞ് പിയ്യെ പിള്ളേരെ കണ്ടുപിടിക്കാതെ ആ കാര്യം വരുന്നതാണ്. അങ്ങനെ തിരഞ്ഞ കാട്ടിലും മേട്ടിലും എല്ലാ നിലയ്ക്കും ഈ തിരഞ്ഞ അവസാനമാകുമ്പോൾ കല്യാണിനെ കാണും. കല്യാണിനെ കാണുന്ന മുതുവാന് പെണ്ണെടുപ്പ്. മുതുവാൻ്റെ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. കയറും മക്കൾ ആശപ്പാട്ട് പാടി തന്നെ കടന്നോട്ട് പോകും. ഒരു സമ്മതിപ്പാൻ സാധിസനോ തള്ളിക്കോട് എണ്ണം തമ്പി പരമേശ്വരൻ എന്താകപ്പേ പാർവതിക്ക് വെക്കും താലി എന്നയ്ക്ക് ചുമ്പാലടക്കമില്ല. താലി കെട്ടുമ്പില്ലേ, താലി കെട്ടുമ്പോൾ ഇങ്ങനെ പെരിഞ്ഞൊക്കെ പോകരുതെന്ന് പറഞ്ഞാണ് ഈ പാട്ട്. കൊണ്ടാട്ടി ചതക്കമുണ്ട് നാളന്ത കെട്ടു കൊട്ടിയില ചിന്തിത കരുവാ
നടന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് പിന്നെ അയാൾ പിടികൊടുക്കും. ലാസ്റ്റ് പിന്നെ പാട്ട് പാടും. ആണെങ്കിൽ അന്വേഷിച്ച് പിടിപ്പറ് തുണക്കാർ കണ്ടുപിടിച്ച് പിള്ളേനെ കൂട്ടിയിട്ട് കൊടുക്കും. കൂട്ടിയിട്ട് വന്ന് കല്ല വള കണ്ടാങ്ങി ഒക്കെ ഈ തോയമ്പക്കാർ പണങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്, കെട്ടിക്കുന്നത്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ അവൻ എൻ്റെ ആലുവീട്ടിൽ കിടപ്പുറം, ആലുവീട്ടിൽ അല്ലെങ്കിൽ മാടത്തിൽ കിടന്ന പിറ്റേ ദിവസം രാവിലെയാണ് അപ്പനവനെയും വീട്ടിൽ പോകുന്നത്. മാമാരെ വീട്, അണ്ണന്മാരെ വീട് ഒക്കെ പോത്തുകൂറ്, കാരണന്മാരെ വീട്ടിലൊക്കെ പോത്തുകൂറ് പോത്തിക്കൊണ്ട് അപ്പനവൻ വീട്ടിൽ കൊടുക്കും. അതിനിടയ്ക്ക് മഞ്ഞ കലയ്ക്ക് ഒഴിക്കല്, കോച്ചടിയും കൂടെ കലയ്ക്ക് ഇപ്പോൾ കോച്ചടി മണ്ണൊക്കെ കലയ്ക്ക് ചവിട്ടിയാണ് ഒഴിക്കുന്നത് പറഞ്ഞാൽ. നമുക്കിപ്പോൾ നാട്ടു കല്യാണമാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്, നമ്മളെ കല്യാണമല്ല. നമ്മളുടെ കല്യാണത്തിന് ആദ്യം താല്പര്യം ആർക്കുമില്ല. നാട്ടുകാരൊക്കെ അറിയുന്നതുകൊണ്ട് ബന്ധപ്പെടുന്നതുകൊണ്ടും സംസ്കാരമുള്ളതുകൊണ്ടും ഇപ്പോൾ പെണ്ണ് കാണണം, അവരെ ശ്രീധനം കൊടുക്കണം, മാല കൊടുക്കണം, സ്വർണം കൊടുക്കണം. പക്ഷെ അന്ന് അങ്ങനെ ഒരു വാക്ക് കുഞ്ഞിലെ പിള്ളേരെ കെട്ടിയെടുത്തതല്ലേ ഒരു വാക്ക്. കാടും നയിച്ചു, നമ്മളെ നയിച്ചു, മുതുവാൻ്റെ ആചാരങ്ങൾ ഇല്ലാതെയായി. Click the bell icon to discover the latest stories of India.